ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഇന്നലകളെക്കുറിച്ച് നിങ്ങൾ വിലപിക്കരുത്, നാളെയെക്കുറിച്ച് സ്വപ്നം കാണുകയും വരുത്. ഈ നിമിഷത്തിൽ ജീവിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് ഞാൻ പറഞ്ഞതല്ല, ബുദ്ധൻ്റെ മഹത് വചനങ്ങളിലൊന്നാണ്. നമ്മൾ കഴിഞ്ഞ കാല ചിന്തകളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ നമുക്കത് വലിയൊരു പ്രയോജനമൊന്നും തരുന്നതല്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഓർക്കുമ്പോൾ ഒരു സന്തോഷം വരും. അഥവാ ബാഡായ കാര്യങ്ങളാണെങ്കിൽ സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴും ദുഃഖമായിരിക്കും തരിക. അത് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ലോ ആക്കാനേ സഹായിക്കുകയുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത പോലെ തോന്നും. പ്രത്യേകിച്ച് നമ്മെ ആരെങ്കിലും ചതിച്ചതോ മാനസികമായി പറ്റിച്ചതോ അല്ലെങ്കിൽ എനിത്തിങ് എൽസ്, എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ പൈസയുടെ കാര്യത്തിൽ പറ്റിച്ചത്, റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആയതോ, അല്ലെങ്കിൽ നമ്മെ നല്ല രീതിയിൽ നല്ല സ്നേഹിച്ച് കൊണ്ട് നമ്മെ വിശ്വസിപ്പിച്ച് ഒരു ഘട്ടമെത്തുമ്പോൾ നമ്മെ വിട്ടുപോയവരോ, ഇവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? വെറുപ്പാണ് തോന്നുക അല്ലേ? ആർക്കെങ്കിലും സ്നേഹം തോന്നുമോ? എന്നിരുന്നാലും ശരി, അവരെന്നോട് അങ്ങനെ ചെയ്തില്ല, അല്ലെ അവളെന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ എത്ര വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ എനിക്ക് വേണ്ടി വേറെ ചാരപ്പണിയൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടി ചെയ്തില്ലേ, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചെയ്ത ആൾക്കാരുണ്ടാകുമ്പോൾ അവരോട് നമുക്ക് വെറുപ്പ് കൂടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ലോ വൈബാണ് ഉണ്ടാവുക. ലോ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അവരോടുള്ള പക നമ്മുടെ ഉള്ളിൽ കിടക്കും. ഇത് നമുക്ക് ദോഷം ചെയ്യും. നാം അറിയാതെ നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും, ഇനിയിപ്പോൾ നമ്മുടെ ലൈഫിൽ നല്ലൊരു അഭിവൃദ്ധി കിട്ടുവാൻ വേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് തന്നെയാണ്. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അറിയാമോ? നമ്മെ വഞ്ചിച്ചവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്, അവർക്ക് മാപ്പ് കൊടുക്കുക എന്നതാണ്. കാരണം ഇത് അവരുടെ നന്മയ്ക്കല്ല. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കും. ബാഡ് കാര്യമാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഈ നിമിഷത്തിൽ, അതായത് ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ദുഷ്ടതരം ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കിട്ടും. അത് ലോ ഓഫ് കർമ്മയിൽ വരുന്നൊരു സംഭവം തന്നെ. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? പക്ഷേ കുറച്ച് ആഴത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ ഇപ്പോൾ ഒന്നും ചെയ്തില്ല, ഒരു കാര്യങ്ങളും ആർക്കും ഒരു ദോഷവും ചെയ്യാത്തൊരു വ്യക്തി, നല്ല വ്യക്തിയാണ്, എല്ലാവർക്കും നല്ല ഉപകാരമാണ്, എന്നിട്ടും അയാളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്നതിനേക്കാളും കഷ്ടതയുള്ള ജീവിതം നയിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് എല്ലാവരും പറയുക? കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം എന്തോ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഒരു പാപഫലമാണ് അനുഭവിക്കുന്നത് എന്ന് പറയും. എത്ര പേർ അതിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പാസ്റ്റ് ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ 100% വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ട് എന്ന് തന്നെ പറയും. പക്ഷേ എന്ന് കരുതി ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം പാസ്റ്റ് ലൈഫിൽ എനിക്ക് സംഭവിച്ചത് ഞാൻ എന്തൊക്കെയോ കർമ്മം ചെയ്തു, അത് ഈ ലൈഫ് ടൈമിൽ ഞാൻ വീട്ടുകയാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന് തളർന്നു പോകാതെ നമ്മുടെ ലൈഫിലേക്ക് എന്തൊക്കെ ചെയ്താലാണ് ഉയർച്ച ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം. തളർന്നിരിക്കരുത്. കർമ്മയുടെ കർമ്മ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളേതായ കാര്യങ്ങളിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുക. അതായത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഫോർഗീവ്നെസ് കൊടുക്കുക. നമുക്ക് ആരോടെങ്കിലും ഇപ്പം പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടോ നമുക്കറിയില്ല. നമ്മൾ ജനിച്ചു വീഴുന്നപ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ല. നമ്മൾ ഇന്നർ ചൈൽഡ്, അതായത് ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പെട്ട് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വലുതായപ്പോഴും നമ്മളത് കാണിക്കുന്നുണ്ട്. അത് ഇന്നർ ചൈൽഡ്. അവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്താൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ മറ്റേ ആ സംഭവം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? വെറുതെയാണോ അത് ഓരോരുത്തരും അത് ചെയ്യുന്നത്? അത് ചെയ്യുന്നവർ ഉണ്ട്. പാസ്റ്റ് ലൈഫ് PLR ചെയ്യുന്ന ആൾക്കാരുണ്ട്. പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഹിപ്നോട്ടിസം വഴി അത് ചെയ്ത് അതങ്ങ് ഹീലാക്കുന്ന ഒരുപാട് പേരുണ്ട്. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അപ്പം ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്? ഒക്കെ ഉണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക, അല്ലാത്തവർക്ക് വിട്ടുകളയാം. പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മളുടെ കർമ്മ നമ്മളത് ചിലപ്പോൾ ഈ കർമ്മ ആണ്, യെസ്, അത് അംഗീകരിക്കുക. എൻ്റെ കർമ്മയായിരിക്കും ചിലപ്പോൾ, എനിക്ക് മറ്റുള്ളവർക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഇന്നിങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അത് അതിൻ്റെ വഴിക്ക് വിടുക. നമ്മൾ നന്മ ചെയ്യുക,
നന്മ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക. നമ്മുടെ ആരോ ദ്രോഹമോ പാവമോ നമ്മളെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ മാനസിക വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ദ്രോഹമൊന്നും നമ്മളോട് ആരും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ദ്രോഹം ചെയ്തൊരു വ്യക്തിയെ എങ്ങനെ ക്ഷമിക്കുമെന്ന് ചോദിച്ചാൽ ക്ഷമിക്കണം എന്നാണ് പറയാം. നമ്മൾ ഇപ്പോൾ നിങ്ങളെ അത്രയും അധികം ഉപദ്രവിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഒരു രക്ഷയും തരുന്നില്ല, എന്നിട്ടും ഉപദ്രവിക്കുന്ന വ്യക്തികളെ എന്താണ് ചെയ്യുക? ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെന്യുവനായിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ പോയിട്ട് മനസ്സിൽ ക്ഷമ കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. പക്ഷേ കേസ് കൊടുക്കേണ്ട സ്ഥലത്ത് കേസ് കൊടുക്കണ്ടേ? നമ്മെ ഉപദ്രവിച്ചൊരു വ്യക്തിയെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പം പല പ്രശ്നങ്ങളും ലൈഫിൽ നേരിടേണ്ടി വരുന്നവരുണ്ട്. അതായത് ഇപ്പം നമുക്കറിയാം സെക്ഷലായിട്ട് പല അബ്യൂസുകളും നടക്കുന്ന കാലമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒക്കെ പീഡിപ്പിക്കുന്നവരുണ്ട് അല്ലേ? വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇതേമാതിരി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒട്ടുമല്ല. നമ്മളത് അയാളെ പൂട്ടേണ്ടടുത്ത് നമ്മൾ പൂട്ടണം. കാരണം ഇനി വേറൊരാൾക്ക് അതൊരു ഗതി ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നമ്മളത് ചെയ്യുകയും ചെയ്യുക, ക്ഷമിക്കുകയും ചെയ്യുക. അത്രയും ഞാൻ പറയുന്നുള്ളൂ. കാരണം അവിടെ ക്ഷമിച്ച് കൊടുത്തേക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ കേസ് കൊടുക്കേണ്ട സ്ഥലത്ത് കേസ് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ എൻ്റെ വീടിന് ഇപ്പോൾ കുറേ ഞാൻ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഒരു മതിൽ കെട്ടി. ഓക്കെ, അപ്പം തൊട്ടപ്പുറത്ത് അവരുടെ പറയുന്ന എൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് വഴക്കിടുക എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ കേട്ടില്ലേ, പത്രങ്ങളിലൊക്കെ ഒരുപാട് ന്യൂസ് കാണാറുണ്ട്. സ്ഥലത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം, വെട്ടേറ്റ് മരിച്ചു എന്നൊക്കെ കാണാറില്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ കേസ് കൊടുക്കുക, ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്നുള്ളത്. അപ്പോൾ പോലീസ് വന്ന് അത് നീക്കുപോക്കാക്കും എന്ന് കരുതി നമുക്ക് എന്ത് വേണ്ട, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റെ നിയമത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതിനെ ഇട്ടുകൊണ്ട് നമ്മൾ അവരോട് എന്ത് ചെയ്യുക, ഉള്ളിൽ മാപ്പ് കൊടുക്കുക എന്നുള്ളത് ചെയ്യുക തന്നെ വേണം. അതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ മാപ്പ് കൊടുത്ത് നിന്നാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ചോദ്യം വരും. അപ്പോൾ ഇപ്പം വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ അമ്മായിയമ്മ നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നാത്തൂൻ ചെയ്യുന്ന ദ്രോഹങ്ങളുണ്ടാവും, ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോംവഴി എന്ന് പറയുന്നത്. കാരണം നമുക്ക് മാറാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരാളെ സ്വഭാവം മാറ്റാൻ ആരെ കൊണ്ടും കഴിയില്ല. ടഫസ്റ്റാണത്. അത് അയാൾ തന്നെ വിചാരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ആളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അഫർമേഷൻ എഴുതി വെക്കുക. എൻ്റെ ആൾക്ക് നല്ല സ്വഭാവം വന്നതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ അമ്മായിക്ക് നല്ല സ്വഭാവം വന്നതിന് നന്ദി, നല്ല സ്നേഹമായിട്ട് ഈ ഒരു അഫർമേഷൻ ഡെയിലി ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു വൈബ്രേഷൻ അവരിലേക്ക് എത്തും. സ്വാഭാവികമായും അതിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഒരു അഫർമേഷൻ ഒരിക്കലും നിർത്താൻ പാടില്ല. നമ്മുടെ ആരാണ് ദ്രോഹിക്കുന്നത് വെച്ചാൽ അവർ എന്നോട് നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു മാറ്റം, അഫർമേഷന് പവറുണ്ട്, ഒരു മാറ്റം അവിടെ വരും. പക്ഷെ കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. കാരണം ഒരു ക്യാരക്ടറൊക്കെ മാറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇത്തിരി ടഫസ്റ്റുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ക്ഷമ ആവശ്യമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മാറി നിൽക്കാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ഉറപ്പായി മാറുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ നന്നായി വരട്ടെ എന്ന് പറയുക. പിന്നെ അതുപോലെ ഫർഗീവ്നെസ്, ക്ഷമിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ പറയുന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ കർമ്മ എഫക്റ്റ് നമ്മുടെ ലൈഫിനെ ബാധിക്കുകയാണ് എന്ന് ഒരാൾക്ക് ചിന്ത വന്നു കഴിഞ്ഞാൽ, കുറേ അറിവ് കിട്ടി കഴിയുമ്പോൾ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇത് കർമ്മ എഫക്റ്റാണ്. പലതും പറയുന്നുണ്ട്. അപ്പം എഫക്റ്റാണെന്ന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇനി പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ഞാൻ എല്ലാവർക്കും നല്ല ഉപകാരം ചെയ്യുന്നുണ്ട്, എല്ലാവരും നന്നാവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ടും എൻ്റെ ലൈഫിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാർമ്മികമായിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ, ഈ ജന്മത്തിൽ ചിലപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ നല്ല വ്യക്തികളായിട്ടായിരിക്കും ജീവിച്ചു പോകുന്നതും ആരും ദ്രോഹിക്കാതെ സ്നേഹിച്ച് ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത് ഈ ജന്മത്തിൽ വീട്ടുകയാണ് എന്നുള്ള ചിന്തയിലിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരമാല കണ്ടിട്ടില്ലേ നിങ്ങൾ? തിരമാല എന്താണ്, ഓരോ തിരമാലയും താഴേക്ക് പോകുന്തോറും അത് മുകളിലേക്ക് ആഞ്ഞു വരുന്നത് കാണാം. അതുപോലെ ആയിരിക്കണം ഓരോരുത്തരും. ഓക്കെ, താഴ്ചയിലേക്ക് പോകുന്തോറും ഉയർത്ത് വരാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ തുടങ്ങിയിരിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. മൈൻഡ് തളർന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ നമുക്ക് കഴിയുകയുമില്ല. നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല.
കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും നിങ്ങളെ വേട്ടയാടുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് ആദ്യം ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് എടുക്കുക. അതിൽ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന നെഗറ്റീവ് ചിന്താഗതികൾ എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കും ഓർക്കുന്നുണ്ടാവുക. ഡെയിലി നിങ്ങൾക്ക് ഇതിങ്ങനെ മൈൻഡ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയായിരിക്കും നിങ്ങൾ മനഃപൂർവ്വം വീട്ടിലഴുത്താൻ. അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഒരു ബുക്ക് എടുക്കുക. അതിലൊരു പേജിൽ നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ എഴുതി വെക്കുക. ഓക്കെ, ഏതൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്, നെഗറ്റീവ് ഏതാ പോസിറ്റീവ് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ആരെ പറ്റിയെങ്കിലും ചിന്തിപ്പിക്കും. മൈൻഡ് വെറുതെ അടുക്കളയിൽ പാത്രം കഴുകുന്ന സമയത്തായിരിക്കും പല ചിന്തകളും മനസ്സിലേക്ക് വരിക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിന്തയെ കുറച്ച് കൊണ്ടുവരിക. ഒന്ന്, ഈ പറഞ്ഞ പോലെ ചെയ്യുക. രണ്ട്, നിങ്ങൾ എന്തെങ്കിലും വർക്കിലോ കാര്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ മനസ്സിൽ എഫർമേഷൻ പറഞ്ഞോളൂ. വെറുതെ കണ്ട ചിന്തകൾ നമ്മൾ ചിന്തിച്ചിട്ടിരുന്ന കാര്യമില്ല. ലൈഫിൽ നമുക്ക് ഒരു നഷ്ടമേ വരുള്ളൂ, ലാഭം ഉണ്ടാവില്ല. ഓക്കെ, എഫർമേഷൻ പറയേണ്ടത് മണീൻ്റെ ആയിക്കോട്ടെ, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും ആവശ്യമുള്ളത് എന്താണ്? പണം തന്നെയാണ്. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിന് പണം അത്യാവശ്യം ഒരു ഘടകമാണ്. അപ്പം എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിനം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ചിന്ത മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രയും ഇത് വീണ്ടും ഇതിങ്ങനെ മൈൻഡ് ശാന്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചിന്തകൾ ഇങ്ങനെ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്, ഒരു ബുക്കിൽ മുഴുവൻ എഴുതി വയ്ക്കുക. എന്നിട്ട് മനസ്സിൽ ഒരു കണ്ണടച്ചിരുന്നു കൊണ്ട് മനസ്സിൽ ചിന്തിക്കുക. ഇങ്ങനെ ആ പേപ്പറിനൊരു ബ്ലാക്ക് കളറ് വന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു തീപ്പെട്ടി എടുക്കുക. എന്നിട്ട് അത് കത്തിക്കുക, പുറത്ത് കൊണ്ടുപോയി കത്തിക്കുക. ആ ചിന്ത പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിങ്ങനെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു NLP ടെക്നിക്കാണ്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തകളെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ചെയ്യേണ്ടത്, കണ്ണടച്ചിരുന്നുകൊണ്ട് അതൊരു കറുത്തൊരു പുകയായിട്ട് ആ പേപ്പർ മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസേഷൻ കൊടുക്കുക. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഒരു തീപ്പെട്ടി എടുത്തുകൊണ്ട് പോയി പുറത്ത് കൊണ്ടുപോയി, അകത്തുനിന്നൊന്നും കത്തിക്കേണ്ട, വീട് തീപിടിക്കേണ്ട, പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കഴിയുമ്പോൾ കണ്ണുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. കാരണം നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ആ പേപ്പറിൽ കത്തി അമർന്നു കഴിഞ്ഞു. കാരണം പാസ്റ്റിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ കത്തിച്ച് കളഞ്ഞു. അപ്പം കുറച്ച് സമയത്ത് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഇതിങ്ങനെ തുടരെ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, പിന്നെ നിങ്ങളെപ്പോഴും അടുക്കളയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കാൻ നേരത്തോ അപ്പോഴേക്കും ചിന്ത വന്ന് മൂടുന്നത്, അല്ലെങ്കിൽ കുളിക്കാൻ നേരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ ഒക്കെ വെറുതെ ഇരിക്കുമ്പോഴോ, ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴോ ഇങ്ങനെ ചിന്തിക്കും പല കാര്യങ്ങൾ. അപ്പോഴൊക്കെ എന്താ അഫർമേഷൻ പറയാൻ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ, ഇപ്പോൾ മണീൻ്റെ ആണെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാനൊരു അത്ഭുതമായിരിക്കുന്നു, എല്ലാവരും എന്നെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും അഫർമേഷൻ ആയിട്ട് പറയാം എന്നുള്ളതാണ്. ഇത് മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, സ്വിച്ച് വേർഡ് പറയാം, ഡിവൈൻ കൗണ്ട് നൗ. ഇത് പൈസയുടെ ഒഴുക്ക് നമ്മളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ്. എവിടെ നിന്നെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാൻ വേണ്ടി സ്വിച്ച് വേർഡാണ് ഡിവൈൻ കൗണ്ട് നൗ. അത് ഇങ്ങനെ പറയുകയും ചെയ്യുക, എഴുതുകയും ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താവും, നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും നമ്മെ ഒന്നും ആക്രമിക്കില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ കാല ചിന്തകളെ ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്ത് ലൈഫ് കൊളാക്കും. ഇതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മയാണ് ഇപ്പോൾ കർമ്മിക്ക് അതതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത് അതതിൻ്റെ ആ കർമ്മം തീരട്ടെ, അതങ്ങ് പോട്ടെ. അടുത്ത ജന്മം നമുക്ക് അടിപൊളിയായി ജീവിക്കണം. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കണം, ക്ഷമിക്കേണ്ട സ്ഥലത്തെല്ലാം ക്ഷമിക്കണം. ആരോട് നമുക്ക് എന്തുണ്ടാകുമല്ലോ, പക, വിദ്വേഷം, വെറുപ്പ്, ഇങ്ങനെ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുക. ഇനിയിപ്പോൾ അഥവാ അത് വീണ്ടും ആ വ്യക്തിയെ കാണുമ്പോൾ എനിക്കിങ്ങനെ എന്തോ ഒരു ആ എനർജിയായിട്ട് ആ വൈബായിട്ട് എനിക്ക് അങ്ങോട്ട് മാച്ച് ആകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ആ വ്യക്തികൾ വരുന്ന സമയത്ത് ഒരു ആകാശത്ത് നിന്ന് ഒരു ഗോൾഡൻ കളർ ഒരു എന്താ പറയുക, ഒരു പൗഡറോ അല്ലെങ്കിൽ ഈ ഗിൽറ്റ് അത് അവരുടെ മേലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ടും ഒരുപാട് ബ്ലെസ്സിങ്ങും ഒരുപാട് പണവും ഒരുപാട് ഐശ്വര്യവും അവരുടെ മേലേക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നതായിട്ടും ഒന്ന് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ അവരോടുള്ള ദേഷ്യം കുറയുകയും ചെയ്യും, അവർ നന്നാവുകയും നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോധത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. ഓക്കെ, അവർക്കത് ലഭിക്കുമ്പോൾ നമ്മളെ മൈൻഡും മാറും. അവർക്ക് ഒരുപാട് എല്ലാം ഉണ്ടാവട്ടെ, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പം തിരിച്ചത് ആരിലേക്കാണോ വരുന്നത് അവർക്കല്ല പോകുന്നത്, നിങ്ങൾക്ക് തന്നെയാണെന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതം.
അത് നിങ്ങളിലേക്ക് തന്നെയാണ് ഇരട്ടിയായി മടങ്ങി വരുന്നതെന്ന് ഓർക്കുക. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തിരികെ വരുന്നു. അത് തന്നെയല്ലേ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ അത് തിരിച്ച് വേറെ രീതിയിൽ നമ്മളിലേക്ക് വരും. നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വേറൊരു രീതിയിൽ. ഇനിയിപ്പോൾ ഈ ജന്മത്തിൽ നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിൽ ഒരുപാട് ഉപദ്രവിച്ച് ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നിട്ട് മരിച്ചു പോകാമെന്ന് വിചാരിക്കുക. അടുത്ത ജന്മത്തിൽ അത് വീട്ടാൻ വേണ്ടി വീണ്ടും ജനിക്കും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ കർമ്മ ഇങ്ങനെ തുറന്നുകൊണ്ട് പോയിരിക്കും. അത് നമ്മൾ നോക്കണ്ട. കർമ്മേൻ്റെ ഇതെൻ്റെ കർമ്മമാണ്, കാർമിക്കാണ്, ഞാനിങ്ങനെ അനുഭവിക്കുകയാണ് എന്നിങ്ങനെ മനസ്സിനോട് എപ്പോഴും പറയും വേണ്ട. ഓക്കെ, അത് ആശ്വസിക്കാം നമുക്ക്. കാർമിക് എഫക്റ്റാണ്, തീരട്ടെ. ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും, എൻ്റെ ലൈഫിൽ മാറ്റം വരുത്താനുള്ള ആൾ ഞാനാണ്, ഞാൻ ഇങ്ങനെയൊന്നല്ല ജീവിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ നമ്മളെ ജീവിപ്പിക്കാൻ നമ്മെ അനുവദിക്കുന്നത്. കാരണം മനസ്സ് തകർന്നാൽ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു നല്ല ആഹാരം പോലും നമുക്ക് കഴിക്കാൻ കഴിയില്ല. നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിരുന്നാൽ, ശരിയല്ലേ? നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. എന്ന് കയറി ഈ ലൈഫിൽ ടെൻഷൻ വരാണ്ടിരിക്കുമോ? വരും. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഹീലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ആ സമയത്തിനും താങ്ക് യു യൂണിവേഴ്സ്, നന്ദി, ഈ ഒരു നിമിഷങ്ങൾക്കും നന്ദി. ഈ സമയവും കടന്നു പോകും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ സമയവും കടന്നു പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസം, ഈ ടെൻഷൻ നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നന്മയും സംഭവിക്കും. നമ്മളെന്നും ഇങ്ങനെ വേദനിച്ചും വിഷമിച്ചൊന്നും ഇരിക്കില്ല, അല്ലേ? അതുകൊണ്ടാണ് ഈ LOL പ്രാക്ടീസൊക്കെ നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ LOയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകർഷണ നിയമം എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിയമവും കൂടിയാണ്. കാരണം നമ്മൾ എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നോളും എന്ന് കരുതി വീട്ടിൽ മിണ്ടാടിരുന്ന് ഇങ്ങനെ വിശ്വാസം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. ഓക്കെ, അല്ലാതെ ഒന്നും വരികയില്ല. നമ്മളതിന് ഓപ്പർച്യൂണിറ്റി തേടണം. നമ്മൾ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കണം, ഗോൾ സെറ്റ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം. മൈൻഡ് മാസ്റ്ററി, അതായത് ഞാൻ നിങ്ങളോട് ഇതിന് മുൻപേ പറഞ്ഞു കഴിഞ്ഞു മൈൻഡ് മാസ്റ്ററി വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച്. ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ്, ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് എന്ന് പറയുന്നത്, മനസ്സില്ലാതെ നമുക്കൊന്നുമില്ല. മനസ്സിൻ്റെ രാജാവാകണം നമുക്ക്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്തും നേടാൻ കഴിയും എന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ? നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. നീ വിചാരിച്ചാൽ നീ വിജയിക്കും, നീ വിചാരിച്ചില്ലെങ്കിൽ നീ തോൽക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചാൽ ഞാൻ വിജയിക്കും, ഞാൻ വിചാരിച്ചില്ലെങ്കിൽ ഞാനൊന്നും ആവില്ല. അത്രയേ ഉള്ളൂ. എല്ലാവരും സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നു ഞാൻ നന്നാവാം, എങ്കിൽ ഞാൻ ഉറപ്പായും വിജയിച്ചിരിക്കും. ഇത് കോൺഫിഡൻറ്റ് ലെവലാണ്. നമുക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ കണ്ണാടിൻ്റെ മുന്നിൽ പോയിരുന്ന് ജസ്റ്റ് പറയുക, 5-6 വാക്ക് പറയുക, ഞാൻ എവിടെയും തോൽക്കേണ്ടവളല്ല, ഐ ആം ദ വിന്നർ. ആ ഒരു വാക്കിനുണ്ടല്ലോ ഭയങ്കര പവറാണ്. നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സ്വയം നമ്മെ തന്നെ സ്നേഹിക്കുക. നാം എങ്ങനെയായിരുന്നോട്ടെ, ദൈവം നമ്മെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് ആ രൂപത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഐ ആം ദ വിന്നർ, ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട. ഒരാൾ പറയാം നിന്നെ കാണാൻ കൊള്ളൂല, നീ ഒരു രസമില്ല, എന്തോ മാരുണ്ട്, അവരുടെ വാക്കിലൊന്നല്ല പവറുള്ളത്, എന്നിലാണ് പവർ കിടക്കുന്നത്. ഓക്കെ, പവർ കിടക്കുന്നത് നമ്മൾ ഉള്ളിലാണ്. കണ്ണാടി നോക്കിയിട്ട് പറയാം അവനോ അവൾക്കും അല്ല എന്നെ ജഡ്ജ് ചെയ്യാൻ അവകാശമുള്ളത്, എനിക്കാണ്. എങ്ങനെയോ ആയിക്കോട്ടെ, ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. എനിക്ക് എൻ്റെ സൗന്ദര്യത്തിൽ, എൻ്റെ ശരീരത്തിൽ ഞാൻ വളരെ കോൺഫിഡൻ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, കണ്ണാടി നോക്കിയിട്ട് പറയേണ്ടത് പറയുക. നമുക്ക് കോൺഫിഡൻറ്റ് തരുന്ന വാക്കുകൾ. ഇപ്പം പബ്ലിക് സ്പീക്കിങ്ങിന് പേടിയാണെന്ന് വിചാരിക്കുക, ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ കണ്ണാടി നോക്കുക. നമ്മൾ നമ്മെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് നമ്മളൊന്ന് ആക്ട് ചെയ്യുക, സംസാരിക്കുന്ന പോലെ. പേടി താനെ നമുക്ക് മാറുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന സാധനം ആരും കൊണ്ടുത്തരുന്നില്ല. അത് ഉള്ളിൽ നിന്ന് വരണം. അതിന് നന്നായിട്ട് നമ്മളത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ലെവൽ ഹൈ ആവും. നമുക്ക് തന്നെ നമ്മുടെ അഭിമാനം തോന്നും. പയ്യെ നമ്മളെന്താവും, ആ ഒരു ലെവലിലേക്ക് നമ്മൾ തന്നെ അറിയാതെ നമ്മളെത്തും. അങ്ങനെ എത്തിയ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കോൺഫിഡൻറ്റ് വർദ്ധിപ്പിക്കാൻ നമുക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്നും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെൽഫ് ലവ് വിത്ത് അഫർമേഷൻ കൂടെ എന്നും പരിശീലിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ് മാറ്റിയെടുക്കാൻ സഹായിക്കും. ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഓക്കെ, മനസ്സിൻ്റെ രാജാവാകാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാം. പല വ്യക്തികളും നേടിയിട്ടുള്ള വിജയ കഥകൾ. അപ്പോൾ വെറുതെ ഇരിക്കാൻ നമുക്ക് തോന്നുകയില്ല. ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല എന്നുള്ളൊരു ചിന്ത രൂപപ്പെട്ടു വരും. ഇങ്ങനെയല്ല മൈൻഡ് പോകേണ്ടത്.
ഓക്കെ, നല്ല രീതിയിലാണ് ഞാൻ ജീവിച്ചു പോകേണ്ടത്. എൻ്റെ മനസ്സ് ഇങ്ങനെയല്ല പോകേണ്ടത്, ഞാൻ ചിന്തിക്കുന്ന രീതിയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ചിന്ത മാറ്റി നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഒറ്റൊരു തീരുമാനമാണ്, പയ്യെ പയ്യെ നിങ്ങൾ അതിലെത്തും. പെട്ടെന്ന് ഒരു കുഞ്ഞ് നടക്കില്ല, അത് വീണ് നടക്കും. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും. നമ്മൾ പെട്ടെന്നൊന്നും ഒരു കാര്യം പഠിക്കില്ല, കുറച്ച് സമയമെടുക്കും. എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ ഒരൊറ്റ സ്പാർക്ക് മതി നമുക്ക് ഉയരാൻ. ഓക്കെ, അതേപോലെ സ്പാർക്ക് മതി നമുക്ക് താഴാനും. അപ്പോൾ എന്ത് നമ്മൾ തീരുമാനിക്കണം. മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യകത. അതിനൊരു ഗൈഡാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരു ഗൈഡ് വേണം അല്ലേ നമുക്ക്. ഇപ്പോൾ നമ്മൾ ഒരടി വെച്ച് പതുക്കെ നമ്മൾ നടക്കുമ്പോൾ വീഴും. ഓടി വന്നെടുക്കുന്നത് ആരാണ്? അമ്മയും അച്ഛനും ആയിരിക്കും അല്ലേ. എടുത്ത് നമ്മളെ സമാധാനിപ്പിക്കും, എടുത്ത് അവിടെ വയ്ക്കും. അപ്പോൾ നമുക്കറിയാം കാല് വേദനിച്ചിട്ട് വീണ്ടും നമ്മൾ അവിടെ ഇരിക്കുകയല്ല ചെയ്യുക, വീണ്ടും നമ്മൾ നടക്കുന്നു, നമ്മൾ എഴുന്നേൽപ്പിക്കുന്നു. അതുപോലെ ഒരു ഗൈഡ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരിക, അതാണ് വാട്സപ്പ് ക്ലാസ്. വാട്സപ്പ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്ന ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എന്തെല്ലാം കാര്യങ്ങൾ ലൈഫിൽ എങ്ങനെയൊക്കെ ജീവിതത്തിൽ മുന്നേറാം എന്നുള്ളത്. കാരണം നമുക്കൊരു ഗൈഡൻസ് എപ്പോഴും വേണം അല്ലേ. നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് കിട്ടുക, ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാലോ എന്നുള്ളത്. അപ്പോൾ ഒരു ഗൈഡായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലാസ് വാട്സപ്പിലൂടെ ആക്കിയത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കേൾക്കാം. സൂം ക്ലാസ്സൊക്കെ മൈൻഡ് മാസ്റ്ററിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല, കാരണം അത് ആ സമയത്ത് നമ്മൾ കേൾക്കും. ഓക്കെ, 30 ദിവസം ക്ലാസ് വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. ആ സമയത്ത് നിങ്ങളത് കേൾക്കും. പിന്നെ ക്ലാസ് കഴിയുന്നതോടുകൂടെ നിങ്ങളെന്താവും, ഇതിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ വാട്സപ്പ് ക്ലാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഈ സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പം ഡൗൺ ആവുകയാണെങ്കിൽ ഇതിലുള്ള മെഡിറ്റേഷൻസ് എടുത്ത് ചെയ്യുക. അതിൽ ഒരുപാട് മെഡിറ്റേഷൻസ് വരുന്നുണ്ട്. മൂഡ് ഷിഫ്റ്റിംഗ് മെഡിറ്റേഷൻസ്, അതേപോലെ ലോ അട്രാക്ഷൻ മെഡിറ്റേഷൻസ്, പിന്നെ ഗോൾ സെറ്റിംഗ് മെഡിറ്റേഷൻസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്നൊരു ഐഡിയ കിട്ടും, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേറെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ ആയതുകൊണ്ട് സ്റ്റീറിങ് നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് ഒരു ഡ്രൈവർ, അതായത് നന്നായി ഭംഗിയായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ പോലെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ താളപ്പിഴകളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ക്ലാസ് കേൾക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെയല്ല, ഒരു വൈഫിനെ എങ്ങനെയൊക്കെ നല്ല സ്നേഹിച്ച് കൊണ്ടുപോകണം, ഒരു ഭർത്താവിനോട് എന്തൊക്കെ കടമകൾ നിറവേറ്റണം എന്നൊക്കെ ക്ലാസ്സിൽ പറയും. പിന്നെ അതേപോലെ ESP, അതീന്ദ്രിയ ജ്ഞാനം, അതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതീന്ദ്രിയ ജ്ഞാനം. അപ്പോൾ ESP എങ്ങനെ വർദ്ധിപ്പിക്കാം? നമുക്ക് എല്ലാവർക്കും ഉണ്ട് ESP ഉള്ള പവർ. അത് നമുക്ക് ആർജിച്ചെടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതെങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് മെഡിറ്റേഷൻസ്, ഓരോന്നിനും ഓരോ ടൈപ്പ് മെഡിറ്റേഷൻസ്, മൂഡ് ഷിഫ്റ്റിംഗ് മെഡിറ്റേഷൻസ്, ഗോൾ സെറ്റിംഗ് മെഡിറ്റേഷൻസ്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത ശേഷം ആ ഗോളിലേക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കണം, എന്നാലാണ് കാര്യം ഉണ്ടാവുക. അല്ലാതെ നമ്മൾ വെറുതെ കോൺഷ്യസ് മൈൻഡിനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല, അത് എന്താണോ കേൾക്കുന്നത് അതായി തീരുക ചെയ്യുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാനുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ് ആണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു മുറിയിൽ കയറി ഒരാൾ ഗൈഡ് ചെയ്യുമ്പോൾ ഗൈഡ് തന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, ആ പറയുമ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചിന്തയായിരിക്കും മനസ്സിലേക്ക് കടന്നു വരിക, അല്ലേ, വേറെ ഒരു ചിന്തയും വരില്ല. അത് ഗൈഡഡ് മെഡിറ്റേഷൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ആഴത്തിൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിലുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് 100% എന്താണ് വർത്താവുകയുള്ളൂ. ചേരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, അതിലേക്ക് നേരിട്ട് കയറാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 807 58 63 212 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽ എല്ലാം തരുന്നതാണ്. ഇപ്പോൾ ആ ഗ്രൂപ്പിൽ ഓരോ ദിവസവും ചെറിയ മോട്ടിവേഷനായ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 21 ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അതിൽ ചെയ്ത് കഴിഞ്ഞു. ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഗ്രൂപ്പിൽ പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ട് മെസ്സേജ് ചെയ്താൽ അവർക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ഈ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ലോ അട്രാക്ഷൻ്റെ ചില ടെക്നിക്സും ടൂളുകളും ഒക്കെ വരുന്നതാണ്. കാരണം ശരിക്കും മൈൻഡ് മാസ്റ്ററി ക്ലാസ് എന്ന് പറയുന്നത് ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിൽ, ഒരു ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ ഇവിടെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. പവർ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മൾ ആസ്ക്, ബിലീഫ്, ആക്ഷൻ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ ലോ അട്രാക്ഷനില്ലേ? നമ്മൾ ചോദിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിശ്വസിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കുക, പിന്നെ റിസീവ് ചെയ്യുക. ആ മോഡിലായിരിക്കണം നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മൾ എന്തിനും ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. വെറുതെ നമ്മൾ
ഇങ്ങനെ വെറുതെ ഇരുന്ന് സ്വപ്നം കണ്ടിട്ടൊന്നും നമ്മുടെ ലൈഫിലൊന്നും നടക്കില്ല അല്ലേ. ഹാർഡ് വർക്കിന് അതിൻ്റേതായ ഫലം ലഭിക്കുന്നുണ്ട്. ഒരു പ്രാക്ടീസും ഇല്ലാതെ, ലോ അട്രാക്ഷൻ ഇല്ലാതെ, ഒരു പ്രാക്ടീസും ഇല്ലാതെ ജീവിതത്തിൽ വൻ വിജയം നേടിയവരുണ്ട്. കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. അവർ ആ രീതിയിൽ അവരെ മനസ്സിനെ അവർ കൊണ്ടുപോയി. പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല. കാരണം നമ്മൾ സാഹചര്യം കൊണ്ട് തളർന്നു പോകും. ആരുടെയും കുറ്റമൊന്നുമല്ല. സാഹചര്യം കണ്ട്, വീട്ടിലുള്ള അവസ്ഥ കണ്ടും, ഇനി നമ്മളെ വേദനിച്ചിട്ടുള്ളവരുടെയൊക്കെ പെരുമാറ്റവും, ഇനി നമ്മെ ആരും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സിലൂടെ നമ്മൾ കടത്തി വിടുന്ന സമയത്ത് നമുക്കൊന്നും ഒരു പറഞ്ഞു തരാൻ പോലും ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളും നമ്മുടെ മനസ്സും മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ റീപ്രോഗ്രാമിങ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ കയറുന്നുള്ള ഗുണം അതാണ് കിട്ടുന്നത്. തളർന്നിരിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. തളർച്ചേൻ്റെ ആവശ്യമില്ല. തിരമാലയെ പോലെ ആയിരിക്കുക, വളരുന്തോറും ഉയർത്ത് വരിക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.